വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാകുന്നുവെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വൈദ്യുതി വാങ്ങാനുള്ള പ്രതിവർഷ ചെലവ് 12,000 കോടി രൂപയ്ക്ക് മുകളിലെത്തിയെന്നാണ് KSEB പറയുന്നത്. വൻതോതിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് കേരളത്തെ കടക്കെണിയിലാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനേഷ് കുമാർ തത്സമയം ചേരുന്നു. വിനേഷ്, ഗുഡ് മോർണിംഗ്. വിനേഷ്, ഒരുപക്ഷെ ഇത്രയധികം കോടിയുടെ ബാധ്യത സംസ്ഥാനത്തിന് വരുന്നുവെന്ന് വന്നാൽ അതെങ്ങനെ താങ്ങും? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. കാരണം നമുക്കറിയാം 2022 ശേഷമുള്ള കണക്കുകളിലാണ് വരുന്നത്. പുറത്തുനിന്ന് ഒരു പ്രതിവർഷം വൈദ്യുതി വാങ്ങുന്നത് 10,000 കോടിക്ക് മുകളിലാണ്. പക്ഷേ ഇപ്പോഴത് 12,000 കോടിക്ക് മുകളിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KSEB സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും പോവുക. കാരണം ഇത് വർദ്ധിച്ചു വരുന്നു, വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പുറമെ നിന്ന് വൈദ്യുതി വാങ്ങാതെ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്ക് നിരവധി വൈദ്യുത പദ്ധതികൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം കിട്ടുന്ന വൈദ്യുതി കൊണ്ട് മാത്രം കേരളത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രധാനമായും നമ്മുടെ ഗാർഹിക ഉപഭോഗത്തിലാണ് വലിയ വർധന ഉണ്ടായിട്ടുള്ളത്. അത് KSEBയുടെ പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങൽ ലോക്ക്ഡൌണിന് ശേഷമാണ് കുത്തനെ വർദ്ധിച്ചെന്നാണ് വിവരാവകാശ രേഖകൾ പറയുന്നത്. 2022 ശേഷമുള്ള എല്ലാ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.